എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള സിറ്റിസൺ പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. സംസ്ഥാനത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ സേവനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സിറ്റിസൺ പോർട്ടൽ ഒരുക്കിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്കാവശ്യമായ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൃത്യസമയത്തു തന്നെ ഓൺലൈനിലൂടെ ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ പോർട്ടൽ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 213 ഓളം സേവനങ്ങളാണ് പൊതുജനങ്ങൾക്കു സിറ്റിസൺ പോർട്ടലിലൂടെ ലഭിക്കുന്നത്. സാക്ഷ്യപത്രങ്ങൾ, സുരക്ഷാ പെൻഷൻ സർട്ടിഫിക്കറ്റുകൾ, കെട്ടിടവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, ലൈസൻസുകൾ, പരാതികൾ, അപ്പീലുകൾ, നികുതികൾ, വിവരാവകാശം, നിയമസഹായം, പൊതുസുരക്ഷ എന്നിങ്ങനെ പല സേവനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഈ സേവനങ്ങൾക്കായി നമുക്ക് ആദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെയാണ് സിറ്റിസൺ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഗൂഗിളിൽ സിറ്റിസൺ പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് ഈ കാണുന്ന ലിങ്കിൽ പോകുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ പോയാൽ നേരിട്ട് പോർട്ടൽ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതാണ്. ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കുന്നത് മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്ക് വേണ്ടിയാണ്. നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനായി താഴെ കാണുന്ന രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിക്കുന്ന വിവരങ്ങൾ വായിച്ചു മനസ്സിലാക്കാവുന്നതാണ്. താഴെ ഈ കാണുന്ന കോളത്തിൽ ടിക്ക് കൊടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാറിലുള്ള പേര് അതുപോലെ കൊടുക്കുക. ഇവിടെ ആധാർ നമ്പർ കൊടുക്കുക. താഴെ ഇമെയിൽ, മൊബൈൽ നമ്പർ എന്നിവ കൊടുത്ത് ഈ കാണുന്ന നമ്പർ താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ ക്ലിക്ക് കൊടുക്കുക. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ. ടെമ്പററി പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിലും ഇമെയിലിലും അയച്ചിട്ടുണ്ടെന്ന് കാണാം. ഇനി വീണ്ടും ഇവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസർ നെയിമിൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ അല്ലെങ്കിൽ ഇമെയിൽ കൊടുക്കുക. പാസ്വേഡിൽ നിങ്ങൾക്ക് മെസ്സേജിലൂടെ വന്ന പാസ്വേഡും കൊടുത്ത് ഈ കാണുന്ന നമ്പർ ഇവിടെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ആദ്യത്തെ കോളത്തിൽ നമുക്ക് മെസ്സേജായി ലഭിച്ച പാസ്വേഡ് കൊടുക്കുക. താഴെ പുതിയ പാസ്വേഡ് കൊടുക്കുക. അതിന് താഴെ പുതിയ പാസ്വേഡ് വീണ്ടും കൊടുക്കുക. എന്നിട്ട് ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി എന്നു കാണാം. ഓക്കെ കൊടുക്കുക. അപ്പോൾ വീണ്ടും ലോഗൌട്ട് ആവുന്നതാണ്. ഇനി വീണ്ടും ലോഗിനിൽ പോയി യൂസർ നെയിമും പുതുതായി സെറ്റ് ചെയ്ത പാസ്വേഡും കൊടുക്കുക. താഴെ കാണുന്ന നമ്പർ ഇവിടെ കൊടുത്ത് ലോഗിൻ ചെയ്താൽ ഇവിടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി അഡ്രസ് ആവശ്യപ്പെടുന്നതായി കാണാം. ഇവിടെ വീട്ടുപേര്, അഡ്രസ്, ജില്ല, പഞ്ചായത്ത്, വാർഡ് നമ്പർ, പോസ്റ്റ്, പിൻ നമ്പർ, വില്ലേജ് എന്നിവ കൊടുത്ത് സേവ് കൊടുക്കുക. യെസ് കൊടുക്കുക. അഡ്രസ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്നു കാണാം. ഓക്കെ കൊടുക്കുക. ഇനി ജനറൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെടുന്നതാണ്. അതായത് ജനനതീയതി, ബ്ലഡ് ഗ്രൂപ്പ്, ജാതി ഇവിടെ നിർബന്ധമായും ആവശ്യപ്പെടുന്നവ കൊടുക്കുക. പ്രൊഫൈൽ ഫോട്ടോയും കൊടുക്കാവുന്നതാണ്. സേവ് കൊടുക്കുക. ഓക്കെ കൊടുത്ത് കൺഫേം ചെയ്യുക. ഇതുപോലെ തന്നെ പ്രൊഫൈലിന് താഴെ കാണുന്ന ഓരോ കാറ്റഗറിയിൽ ചോദിക്കുന്ന ഡീറ്റെയിൽ കൊടുക്കാവുന്നതാണ്. ഇവിടെ നിലവിലെ അഡ്രസ്സും മെയിൻ അഡ്രസ്സും വ്യത്യാസമാണെങ്കിൽ അത് കൊടുക്കുക. ഇവിടെ ഐഡന്റിറ്റി ഡീറ്റെയിൽ കൊടുക്കുക. ആധാർ കാർഡ് ഡീറ്റെയിൽ കൊടുക്കാവുന്നതാണ്. ബാങ്ക് ഡീറ്റെയിൽസിൽ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുക്കുക. ഓതേർ ഡീറ്റെയിലിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുക്കാവുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസാണ് പ്രൊഫൈൽ അപ്ഡേറ്റിനായി കൊടുക്കാവുന്നത്. ഇനി ഈ പോർട്ടലിലൂടെ നേരത്തെ പറഞ്ഞ പല സേവനങ്ങൾക്കുമായി ലോഗിൻ ചെയ്ത് സ്വന്തമായി അപേക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.